പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിലെ ഈ കൗശലത്തെ പറ്റി പറയുമ്പോൾ, അല്ലെങ്കിൽ കുരുട്ടുബുദ്ധിയെ പറ്റി പറയുമ്പോൾ, അല്ലെങ്കിൽ വക്രബുദ്ധിയെ പറ്റി പറയുമ്പോൾ നമ്മളെപ്പോഴും ഉദാഹരണമായിട്ട് എടുക്കുന്ന ഒരു ജീവിയാണ് കുറുക്കൻ അല്ലെങ്കിൽ കുറുനരി എന്ന് പറയുന്നത്. നാടൻ ഭാഷയിൽ ഊളൻ എന്ന് പറയും. ഊളത്തരം എന്നൊരു ഫ്രേസ് തന്നെ ആ ഊളന്റെ വകയായിട്ടുണ്ട്. എന്തായാലും അത്തരം ഒരു കൗശലക്കാരനായ രാഷ്ട്രീയക്കാരനാണ് ശ്രീ ചന്ദ്രശേഖരൻ, INTUC-യുടെ സംസ്ഥാന പ്രസിഡന്റ്. ദശാബ്ദങ്ങളായിട്ട് INTUC-യുടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് വിരാജിക്കുന്ന ഒരാളാണ്. അദ്ദേഹം നടത്തിയ കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാനായിരുന്നപ്പോൾ നടത്തിയ അഴിമതി സുപ്രീം കോടതി വരെ എത്തിയ ഒരു മാറ്ററാണ്. CBI അന്വേഷിച്ച് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ ഒരു ഇതാണ്. എന്നാലും അദ്ദേഹം വെളുത്ത ഖദറിട്ട് ആ ഖദറിനെക്കാളും വെളുത്ത ചിരിയുമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവനന്തപുരം നഗരം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. പോസ്റ്ററുകളും ഫ്ലക്സുകളും ഒട്ടിച്ച്. കൂടെ നമ്മുടെ പുതിയ മുഖ്യമന്ത്രി ശ്രീ VD സതീശനും. അപ്പോ ഒരു കഴിഞ്ഞ വീഡിയോയില് ഞാൻ അതിന്റെ ലിങ്ക് ഇട്ടുതരാം. ആ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞായിരുന്നു, ഈ തൊഴിലാളി സംഗമത്തില് ശ്രീ മുഖ്യമന്ത്രിയെ പ്രധാന അതിഥിയായി ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ചത് അതിന്റെ മുന്നിൽ ഒരു വല്ലാത്ത കാഞ്ഞ ബുദ്ധി. അത് രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഈ പ്രോഗ്രാമിൽ. അധ്യക്ഷൻ ശ്രീ ചന്ദ്രശേഖരൻ, ഉദ്ഘാടനം ശ്രീ VD സതീശൻ. ഈ പോസ്റ്റർ കണ്ടപ്പോഴത്തേക്ക് തന്നെ തൊഴിലാളി തരംഗം എന്ന പ്രോഗ്രാമിന്റെ പേര്. ഈ പോസ്റ്റർ കണ്ടപ്പോഴത്തേക്ക് തന്നെ ഞാനൊരു വീഡിയോ ചെയ്തതാണ്, ഇത് നടക്കാൻ പോകുന്നില്ല. അപ്പൊ പലരും എന്നോട് ചോദിച്ചു, ഇത്ര ധൈര്യമായിട്ട് എന്താ പറയാൻ കാരണം? കാര്യം തിരുവനന്തപുരം മുഴുവൻ പോസ്റ്റർ അടിച്ചിട്ട് മുഖ്യനും ചന്ദ്രശേഖരനും മാത്രമുള്ള പോസ്റ്റർ അടിക്കുകയും ഒരു പരിപാടി അനൗൺസ് ചെയ്യുകയും ചെയ്യുമ്പോഴത്തേക്ക് അത് നടക്കില്ല എന്ന് പറയാൻ എന്താണ് കാരണം? കാര്യം ശ്രീ R ചന്ദ്രശേഖരനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഗവൺമെന്റ് അനുമതി കൊടുക്കാതിരുന്നു. പ്രത്യേകിച്ചും ഇത് കൂടുതൽ നടന്നത് ശ്രീ പിണറായി വിജയന്റെ സർക്കാരിന്റെ കാലത്താണ്. അതായത് അനാവശ്യമായ വഴികളിലൂടെ ഉണ്ടാക്കിയ പണം എത്തേണ്ടിടത്ത് കൃത്യമായിട്ട് എത്തിക്കാൻ കൃത്യമായി അറിയാവുന്ന ആളാണ് ശ്രീ ചന്ദ്രശേഖരൻ എന്ന് അദ്ദേഹത്തെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം. ആ സൗഹൃദം അദ്ദേഹം INTUC-യുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നപ്പോൾ പോലും ശ്രീ പിണറായി വിജയനുമായിട്ട് നേരിട്ടൊരു ചാനൽ ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. അന്തർധാര ശക്തമായിരുന്നു. എന്തായാലും ആ സർക്കാരിന്റെ കാലാവധി കഴിഞ്ഞു. പുതിയ സർക്കാർ വന്നപ്പോഴത്തേക്ക് പ്രോസിക്യൂഷൻ അനുമതി കൊടുക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ട് പോലും കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമ്മുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീ ഹനീഷിനെ അറസ്റ്റ് ചെയ്യുമെന്നുള്ളൊരു കണ്ടീഷൻ എത്തിയപ്പോഴത്തേക്ക് അദ്ദേഹം ഹൈക്കോടതിയിലെത്തി നിരുപാധികം മാപ്പ് പറയുകയും ഇത് തന്റെ കൈകളിലല്ല, പുതിയതായിട്ട് K. ബിജു എന്ന് പറയുന്ന IAS കാരനാണ് എന്റെ സെക്രട്ടറി, എന്നെ ഒഴിവാക്കണമെന്ന് കോടതി കേൾക്കുകയും ജൂലൈ 2 കേസ് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയെ ഉദ്ഘാടകനാക്കിയിട്ട് ഒരു പ്രോഗ്രാം നടത്തുന്നതിന്റെ പിന്നിലുള്ള ഉദ്ദേശം യാതൊരു കാരണവശാലും വീണ്ടും പ്രോസിക്യൂഷൻ അനുമതി നൽകരുത് എന്നുള്ളത് മാത്രമായിരുന്നു. ഇപ്പൊ ചുവന്ന പരവതാനിയിലൂടെ മുഖ്യന്റെ പുറകെ വാലായിട്ട് കൊച്ചിൻ ഹനീഫയുടെ റോഡില് നമ്മുടെ ചന്ദ്രശേഖരൻ നടന്നു പോകുന്ന ഒരു രംഗമായിരുന്നു എന്റെ മനസ്സിൽ അപ്പോഴുണ്ടായിരുന്നു. ശ്രീ VD സതീശൻ ഇത്രയും കാലം ഉണ്ടാക്കിയ പൊതു ഇമേജിന് ഏറ്റവും കോട്ടം വരുത്താൻ പോകുന്ന ഒന്നായിരിക്കും അത് എന്നുള്ളത് മനസ്സിലാക്കാൻ ഒരുപാട് ആലോചിക്കേണ്ടി വന്നില്ല. അതാണ് ഞാൻ അപ്പോഴേ ഒരു പോസ്റ്റ് ചെയ്തത്, അപ്പോഴേ ഒരു വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്ത് ഇത് നടക്കാൻ പോകുന്നില്ല. സംഭവം അതേപോലെയാണ്. 10 മണിക്ക് അതിന്റെ ഒരു അനൗചിത്യം എന്ന് പറയുമ്പോഴത്തേക്ക് അസംബ്ലി സെഷനിലായിരിക്കുമ്പോഴത്തേക്ക് അസംബ്ലിയുടെ ഭരണകക്ഷിയുടെ നേതാവായിരിക്കുന്ന മുഖ്യമന്ത്രിയെ മുഖ്യ അതിഥിയായി ഒരു പ്രോഗ്രാം ഫിക്സ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ആന മണ്ടത്തരമാണ്. കാര്യം അദ്ദേഹം അസംബ്ലി കളഞ്ഞിട്ട് ഇദ്ദേഹത്തിന്റെ ഒരു ഫംഗ്ഷന് വേണ്ടി വരുമെന്ന് വിചാരിക്കുന്നത് തന്നെ മണ്ടത്തരം. അപ്പോ എന്തായാലും ഈ ഫംഗ്ഷൻ 10 മണിയായി, 11 മണിയായി, 12 മണിയായി, 1 മണിയായി, 2 മണിയായി, 3 മണി വരെ ഈ സമ്മേളനം നീട്ടിക്കൊണ്ടു പോവുകയും 3 മണിയാകുമ്പോഴത്തേക്ക് മുഖ്യമന്ത്രി ഇല്ലാതെ ഈ സമ്മേളനം ക്ലോസ് ചെയ്യേണ്ടി വരികയും ചെയ്തു. അതിന്റെ അർത്ഥം കാര്യങ്ങൾ വളരെ ക്ലിയർ ആണ്. ചന്ദ്രശേഖരനെ പ്രോസിക്യൂട്ട് ചെയ്യാവുന്ന അനുമതി ഈ സർക്കാരിന് കൊടുത്തേ പറ്റൂ. അത് കൊടുക്കുന്നതിനുള്ള മുന്നോടിയാണ് ഈ മുന്നറിയിപ്പ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. നന്ദി, നമസ്കാരം.